പ്രതിപക്ഷ കക്ഷികൾ സൈന്യത്തിൻ്റെ ഈ മുന്നോട്ട് പോക്കിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇന്ന് പല ഉത്തരേന്ത്യൻ നഗരങ്ങളിലും സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള റാലികൾ നടത്തുന്നുണ്ടായിരുന്നു. ഇത് സമീപകാലത്തുണ്ടാവാത്ത വല്ലാത്ത ഒരു ദേശീയ ഏകതയാണ്, ദേശീയ ഐക്യമാണ്. പക്ഷേ ആ ദേശീയ ഐക്യത്തിനിടയിലും വലിയ തോതിലുള്ള വാർമോങ്കറിങ്, യുദ്ധത്തിനുള്ള ആഹ്വാനം നമ്മൾ കാണുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിൽ തന്നെയും. അത് സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യത്തിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ജെയിംസ്, കോൺഗ്രസ് പ്രഖ്യാപിച്ചതുപോലെ ഈ കാര്യത്തിൽ രാജ്യത്തെ സർക്കാരിനും സൈന്യത്തിനും ഒപ്പമാണ് ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാജ്യത്തെ 140 കോടി ജനങ്ങളും. അതൊരു തർക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഇഫ് ആൻഡ് ബട്ട് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് മറുപടി പറയുന്നതും ഉചിതമായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ സമയത്തുള്ള നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് സൈന്യത്തോടൊപ്പം ഉറച്ചു നിൽക്കുക, സർക്കാർ എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുക. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് നിരപരാധികളായിട്ടുള്ള നിർദോഷികളായിട്ടുള്ള നമ്മുടെ പൗരന്മാരെ ജീവനെടുത്ത പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഈ സർക്കാരും സൈന്യവും എടുക്കുന്ന ഏത് നടപടിക്കും അതിശക്തമായിട്ടുള്ള പിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും ഒക്കെ പല ചർച്ചകൾ നടന്നു വന്നു വരും. അതിന്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരിക്കില്ല ഒരു സൈന്യം, പ്രത്യേകിച്ച് ഇന്ത്യൻ സൈന്യം പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈന്യം നിലപാടുകൾ എടുക്കുന്നതും അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും. അതൊക്കെ നമ്മുടെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അത്തരം ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സിനൊക്കെ ഫ്രീഡം ഉള്ള രാജ്യമാണ്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പൗരന്മാരുടെ ഉത്തരവാദിത്വ ബോധം കാണിക്കണം. ഈ സമയത്ത് കുറച്ചുകൂടി മാധ്യമങ്ങളും ആ ഉത്തരവാദിത്വ ബോധം കാണിക്കരുത്. പൗരന്മാരുടെ ഈ ബോധം സൃഷ്ടിക്കുന്ന ആരാണ്? മാധ്യമങ്ങളല്ലേ. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്കും അതിൽ വലിയ പങ്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ ഈ ട്വിറ്ററിലൊക്കെ വരുന്ന അൺവെരിഫൈഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വാർത്തകൾ എന്ന പേരിൽ നിങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുമല്ലോ. അപ്പൊ എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തം കാണിക്കണം. പൗരന്മാർ, മാധ്യമങ്ങൾ, ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർ, മറ്റെല്ലാ വിഭാഗങ്ങളും പൗരധർമ്മം കാണിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാജ്യത്ത് നിരവധി നഗരങ്ങളിൽ, തെലങ്കാനയിൽ അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ, സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാനിലൊക്കെ പല സ്ഥലങ്ങളിലും ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രകടനങ്ങൾ ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പൊ അത് രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു ദേശീയ ഐക്യം രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ദേശീയ ഐക്യത്തോടൊപ്പമാണ് 140 കോടി ജനങ്ങളും. അതുകൊണ്ട് തന്നെ ഇഫ് ആൻഡ് ബട്ട് വെച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനും പ്രസക്തിയില്ല.